വെൽക്കം ബാക്ക് ടു യുണൈറ്റഡ് സെൻട്രൽ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓൾഡ് ട്രാഫോർഡിൻ്റെ റീഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തകളൊക്കെ വന്നിരുന്നു, ഒന്നല്ലെങ്കിൽ പുതിയ സ്റ്റേഡിയം പണിയും, അതല്ലെങ്കിൽ നിലവിലുള്ള സ്റ്റേഡിയം ഒന്ന് റീഡെവലപ്പ് ചെയ്യുന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ടെലിഗ്രാഫിൻ്റെ ജെയിംസ് ഡക്കർ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ആ കാര്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ എനിക്ക് അവിടെ പോയപ്പോൾ ഉണ്ടായ അനുഭവത്തെക്കുറിച്ചും പറയാം. അപ്പോൾ കഴിഞ്ഞ വർഷമാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ സീസണിലാണ് ഞാൻ ആദ്യമായിട്ട് ഓൾഡ് ട്രാഫോർഡിൽ പോയി ഒരു മത്സരം കണ്ടത്. ഒരു സ്പെഷ്യൽ ഫീലിംഗ് തന്നെയാണ്. ആ കാര്യത്തെക്കുറിച്ച് ഒന്നും പറയാനുള്ള ഒരു യുണൈറ്റഡ് ഫാൻ എന്നുള്ള നിലയിൽ അവിടെ പോയൊരു മത്സരം കാണേണ്ട ഒരു സംഭവമാണ്. അതുപോലെ ഞാൻ ഇരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെറ്റ്ഫോർഡിന് നേരെ ഓപ്പോസിറ്റുള്ള എൻഡിലാണ് ഞാൻ പോയിരുന്നത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും മോഡലാണ്, വില കുറഞ്ഞ ടിക്കറ്റ് ഉള്ളത്. അവിടെ പോയി ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പേടിയാവും. കാരണം ഇടുങ്ങിയ വഴികളാണ്. അതുപോലെ തന്നെ കുറേ ആൾക്കാരൊക്കെ എണീറ്റാലാണ് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ലെഗ് സ്പേസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കുറവാണ്. ശരിക്കും ഇത്രയും വലിയൊരു ക്ലബിന് അത്രയും ചെറിയൊരു ഏരിയ ഒന്നും പോരാ. ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിലുള്ള സ്ഥലം കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ടാണ് 90,000 ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു അൾട്രാ മോഡേൺ സ്റ്റേഡിയം ഒക്കെയാണ് ജിമ്മണ്ണൻ സ്വപ്നം കാണുന്നത്. വെംബ്ലി ഓഫ് ദി നോർത്ത്, നമ്മുടെ വെംബ്ലി സ്റ്റേഡിയത്തിനൊക്കെ കടപിടിക്കാവുന്ന രീതിയിൽ ഒരു അടിപൊളി സ്റ്റേഡിയം ഒക്കെ പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ 21 വയസ്സായി. അപ്പോൾ അതുകൊണ്ട് അധികം സമയം കളയാനൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം ഒരു സ്റ്റേഡിയം പണിയുക, എല്ലാം നല്ല സെറ്റപ്പ് ആക്കുക എന്നൊക്കെ ഉള്ളതാണ് രീതിയിലൊക്കെയാണ് പറയുന്നത്. PR വർക്കാണോ സത്യമാണോ എന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ഈ സ്റ്റേഡിയത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത് PR വർക്കല്ല. കാര്യം മാഞ്ചസ്റ്ററിലെ മേയർ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ മേയർ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള എല്ലാവിധ സപ്പോർട്ട് ഉണ്ടാകും എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം വേറൊരു ഇൻ്റർവ്യൂവിൽ പറയുന്ന കാര്യമൊക്കെ ഇതിനെക്കുറിച്ച് കണ്ടിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഡിസ്കഷൻസൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി എഞ്ചിനീയേഴ്സും ആർക്കിടെക്ട്സൊക്കെ ഇത് വന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ആർക്കിടെക്ട്സൊക്കെ കൂടുതൽ ആൾക്കാരും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ഓൾഡ് ട്രാഫോർഡ് കംപ്ലീറ്റ്ലി ഇടിച്ചു പൊളിച്ച് കളയുക, അതിനുശേഷം ഒരു പുതിയ സ്റ്റേഡിയം പണിയാന്നുള്ളതാണ്. അപ്പോൾ ഒരു പക്ഷേ അതിൻ്റെ റീസൺ അവർക്ക് പുതിയതായിട്ട് സ്റ്റേഡിയം പണി ചെയ്യുമ്പോൾ കൂടുതൽ കാശ് കിട്ടും, റീഡെവലപ്പ് ചെയ്യുമ്പോൾ അത്രയും പൈസ കിട്ടില്ല, ആ ഒരു കാര്യം കൊണ്ടായിരിക്കാം. പിന്നെ അതുപോലെ ഇതിൻ്റെ ഒരു മെയിൻ ഫാക്ടറായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾഡ് ട്രാഫോർഡ് ഏതാണ്ട് 100 കൊല്ലം പഴക്കമുണ്ട്. അപ്പോൾ അതിനകത്ത് പല സമയത്തായിട്ട് അപ്ഡേറ്റ് ആയിട്ടാണ് നമ്മൾ ഇപ്പോഴത്തെ സ്റ്റേഡിയത്തിലേക്ക് എത്തിയത്. അപ്പോൾ അതിനകത്ത് പഴയ വയറിംഗ് ആണ്, പഴയ ഡക്റ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും വിട്ട് പണിതുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. പുതിയൊരു സ്റ്റേഡിയം പണിയുക, അതിൻ്റെ എൻഡ് ഓഫ് ലൈഫായി, അങ്ങനെയുള്ള അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ കൂടുതൽ എഞ്ചിനീയേഴ്സൊക്കെ അഭിപ്രായം പറയുന്ന ആ ഒരു സൈഡിലേക്കാണ്. അതേസമയം തന്നെ നമ്മുടെ യുണൈറ്റഡ് ഫാൻസിനെ സംബന്ധിച്ച് ഓൾഡ് ട്രാഫോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു അമ്പലം പോലത്തെ ദിവ്യമായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനോട് ഒരു ഇമോഷണൽ കണക്ഷനുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ അത് മാറ്റരുത് എന്ന് പറയുന്ന വലിയൊരു വിഭാഗം ആൾക്കാരുണ്ട്. പക്ഷേ എൻ്റെ കാര്യം പറയുവാണെങ്കിൽ അതിങ്ങനെ ഓവർലി ഇമോഷണലായിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാലത്തിനനുസരിച്ച് മാറുക. ഇപ്പോൾ സാന്റിയാഗോ ബെർണബു ആണെങ്കിൽ അവർ പുതിയതൊരെണ്ണം പണിതു. അതിൻ്റെ ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുപോലെ ക്യാമ്പിനും ആണെങ്കിൽ പുതിയ പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെയൊക്കെ മാച്ച് ചെയ്യണം. പക്ഷേ ഡിസൈൻ ചെയ്യുമ്പോൾ അത് പഴയ ഓൾഡ് ട്രാഫോർഡിനോട് സാമ്യമുള്ള രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു ഡിസൈൻ ഈ വട്ടത്തിലേക്കൊന്നും പോകാതെ. ഇപ്പോൾ എമിറേറ്റ്സിൽ സംഭവിച്ചതാണ്. ഇപ്പോൾ ഹൈബറി ആയിരുന്നു ആഴ്സണലിലെ പഴയ സ്റ്റേഡിയം. അപ്പോൾ അതിന് നല്ലൊരു പ്രത്യേക ഈ പറയുന്ന ഒരു എസൻസ് ഫീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എമിറേറ്റ്സിലേക്ക് വന്നപ്പോൾ അവരുടെ കംപ്ലീറ്റ്ലി അവരുടെ എസൻസ് നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യമാണ് തലമൂത്ത ആഴ്സണൽ ഫാൻസ് പറയുന്നത്. അപ്പോൾ എന്ന് പറയുന്ന പോലെ ആ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മാറ്റം ഇല്ലാതെ ആ ഒരു പഴയ ടച്ചും ഇതുൾപ്പെടെ പുതിയതായിട്ട് സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ. ഏതായാലും 2 രീതിയിലുള്ള ചിലവുകളാണ് പറയുന്നത്. ഇപ്പോൾ നിലവിലുള്ള സ്റ്റേഡിയം ഒന്ന് റീഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഏതാണ്ട് 800 മില്യൺ, അതേസമയം തന്നെ പുതിയ സ്റ്റേഡിയം പണിയുകയാണെങ്കിൽ ഏതാണ്ട് 1 to 2 ബില്യൺ ആവും എന്നാണ് പറയുന്നത്. 1 to 2 ബില്യൺ ഒക്കെ മുടക്കി പുതിയ സ്റ്റേഡിയം പണിത് കഴിയുമ്പോൾ അതിൻ്റെ പൈസ വരുന്നത് ക്ലബിനെ വെച്ചിട്ട് ലോൺ എടുത്തിട്ടായിരിക്കും ഫണ്ടിങ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ക്ലബിൻ്റെ മുകളിലുള്ളൊരു ബാധ്യതയായിട്ട് തുടരും. അതുപോലെ അത് തിരിച്ചുണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒത്തിരി ഈവൻറ്റ്സ് ഒക്കെ നടത്തേണ്ടി വരും. നമ്മുടെ സ്പേഴ്സിൻ്റെ സ്റ്റേഡിയം പോലെ ഒരു മൾട്ടിപർപ്പസ് സ്റ്റേഡിയം ആക്കേണ്ടി വരും. അതുപോലെ തന്നെ കുറേ കോർപ്പറേറ്റ് സീറ്റിങ്ങുകളിലേക്കൊക്കെ പോകുമ്പോൾ 90K കപ്പാസിറ്റി ആയി കഴിഞ്ഞാലും പിന്നെ വലിയ രീതിയിൽ കോർപ്പറേറ്റ് സീറ്റിങ്ങിലേക്കൊക്കെ പോകും. ഇപ്പോൾ ആഴ്സണലിൻ്റെ കാര്യത്തിൽ സംഭവിച്ചൊരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്. ആഴ്സണൽ ഒത്തിരി സീറ്റിങ്ങുകൾ കോർപ്പറേറ്റ് സീറ്റിങ്ങുകളാക്കി. അപ്പോൾ അത് കാരണം തന്നെ സ്റ്റേഡിയത്തിലെ അറ്റ്മോസ്ഫിയറിനെ അത് ബാധിച്ചു. ഇപ്പോൾ നമുക്കറിയാമല്ലോ, കൂട്ടിച്ചൊട്ടിട്ട് വന്ന ആൾക്കാർ ഗോളൊക്കെ അടിച്ചും ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ പ്രോപ്പറായിട്ട് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ പ്രോപ്പർ ഫാൻസ് തന്നെ വേണം, എന്നാലാണ് ആ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബാധിക്കും. സോ അതൊക്കെ ഭാവിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ട് ഇടുക. പുതിയ സ്റ്റേഡിയം വേണോ അതോ പഴയ സ്റ്റേഡിയം ഒന്ന് പുതുക്കി പണിതാൽ മതിയോ, അല്ലെങ്കിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ മതി. പക്ഷേ അവിടെ ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ സ്റ്റേഡിയത്തിന് തൊട്ടടുത്തേക്ക് തന്നെ റെയിൽവേ ലൈനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ആ ഒരു സൈഡ് മാനേജറൊക്കെ നിൽക്കുന്ന സൈഡ് നമുക്കറിയാം ഒരു ചെറിയ ഏരിയയാണ്. അപ്പോൾ അവിടെ ഡെവലപ്മെൻറ്റൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു കനാലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് തൊട്ട് മാറ്റിയിട്ട് പാർക്കിംഗ് ഏരിയ ഉണ്ട്. യുണൈറ്റഡിന് വലിയ ഏരിയ ഉണ്ട്, പാർക്കിംഗ് ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെയാണ് പുതിയ സംഭവം സെറ്റപ്പ് ചെയ്യാനുള്ള പ്ലാൻ എന്നാണ് കണ്ടത്. സോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ള കാര്യം എന്തായാലും കമൻ്റായിട്ട് ഇടുക.
മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.